ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഗുണ്ടൽപേട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കേരളത്തിലെ ഓണത്തിൻ്റെ പൊലിമ കൂട്ടുന്ന കർണാടകക്കാരെ അവരുടെ കൃഷിസ്ഥലത്തെ അവരെ പൂന്തോട്ടങ്ങളെ തേടിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തേത്. കുറേ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഇന്നാണ് അതിനൊരു അവസരം വന്നത്. ഇതുവരെ പോയിട്ടില്ല. ഈ ഗുണ്ടൽപേട്ടാണ് മല്ലികയും അതുപോലെയുള്ള പൂപ്പാടങ്ങളുള്ളത്. സമയം ഏതാണ്ട് 6:40 ഒരു 10 മിനിറ്റിനുള്ളിൽ ട്രാവലർ എവിടെ എത്തും. അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ എടുത്തു വെക്കണം. പിന്നെ ബാക്കിയുള്ളവരെല്ലാം കയറുന്നത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്രൂപ്പാണ് ഇന്ന് പോകുന്നത്. ഗംഭീരമായ കാഴ്ചകൾ നിങ്ങൾക്കായി ഇന്ന് ഞാൻ കാണിക്കുന്നതാണ്. ഗുണ്ടൽപേട്ടിലുള്ള പൂപ്പാടങ്ങൾ കാണുക എന്നതായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് പ്രസിദ്ധമായ ഗോപാൽസ്വാമി ടെമ്പിൾ എന്നറിഞ്ഞതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഗോപാൽസ്വാമി ടെമ്പിൾ. പോകുന്ന വഴിയിലുള്ള വയലുകളും പാടങ്ങളും അതുപോലെ പച്ചക്കറി കൃഷിയും പൂപ്പാടങ്ങളും അതൊക്കെയുള്ള കാഴ്ച ഒന്ന് പകർത്തുക എന്നുകൂടി ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശത്തിലുണ്ട്. ഈ കുന്നിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നന്നായി വീശുന്ന കാറ്റും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന കോടമഞ്ഞും അപൂർവ സുന്ദരമായ കാഴ്ചകളാണ്. കുടിവെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് റോസ് നിറത്തിലുള്ളത് കുടിക്കാനുള്ള വെള്ളമാണ്. പിന്നെ വഴിയിൽ കഴിച്ചു കഴിഞ്ഞാലൊന്ന് കൈയൊക്കെ കഴുകാനുള്ള വെള്ളം ഈ വെള്ള ക്യാനിലുണ്ട്. അപ്പം അത് റെഡിയാക്കി വെച്ചു. ഇത് കണ്ടോ, നല്ല കാളൻ കറിയാണിത്. മോരൊഴിച്ച് വെച്ച നല്ല കാളൻ കറി, കായും ചേനയും കൂടി ചേർത്ത് വെച്ച കറിയാണിത്. ചോറ് ഇതിലുണ്ട്. നല്ല കുറുവേരി ചോറാണ്, മഞ്ഞക്കുറുവ. അതാകുമ്പോൾ എത്ര സമയം വെച്ചാലും വെടക്കായി പോവില്ല, രാത്രി വരെ വെച്ചാലും വെടക്കാവില്ല. ഇത് വറവുണ്ട്, ബീൻസ് വറവാണ്. അച്ചാറുണ്ട്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, കടല, ആപ്പിള് അങ്ങനെയുള്ള കുറച്ച് സ്നാക്സ് ഉണ്ട്. സൂര്യൻ മെല്ലെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. വണ്ടിയുടെ ഡ്രൈവറെ വിളിച്ചു. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഏതാണ്ട് അടുത്തുള്ള പാലക്കെത്തി എന്നാണ് പറഞ്ഞത്. ഇനി അത്രയേ ഉള്ളൂ, ഒരു കൂടി വന്ന 2-3 മിനിറ്റ് കൊണ്ട് വണ്ടി ഇടിയെത്തും. ഇനി വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വെക്കണം, പിന്നെ പുറപ്പെടണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ചെറിയൊരു സമയം കൊണ്ട് തന്നെ യാത്ര ആരംഭിക്കും. അപ്പോൾ ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്രാവിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. ഒൻപത് മണിയാവുമ്പോഴേക്കും മാനന്തവാടിയിലുള്ള കോഫി ഹൗസിലെത്തി. അവിടെയായിരുന്നു രാവിലത്തെ ഭക്ഷണം. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യാത്ര. മാനന്തവാടി കഴിഞ്ഞ് ആദ്യത്തെ ടൗണ് പനമരത്ത് നിന്ന് കുറേ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീനങ്ങാടി റോഡിലേക്ക് തിരിഞ്ഞു. ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കൽപ്പറ്റയിലേക്കാണ് പോവുക. ഇവിടുന്ന് റോഡ് 2ആയി പിരിഞ്ഞിട്ട് ഒന്ന് മീനങ്ങാടിയിലേക്കും ഒന്ന് കൽപ്പറ്റയിലേക്കും പോകുന്നു. സുൽത്താൻ ബത്തേരി ടൗൺ.
മുത്തങ്ങ ട്രക്കിങ് നടക്കുന്ന സ്ഥലമാണിത്. ഇത് ഫോറസ്റ്റ് ഓഫീസും അവരുടെ കൗണ്ടറും എല്ലാം ഇവിടെ കാണാം. ട്രക്കിങ്ങിനൊക്കെ ശരിക്കും നല്ല രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. ഉച്ച സമയത്ത് വേലൊക്കെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നിനെ കാണാൻ സാധ്യത കുറവാണ്. കേരള കർണാടക ബോർഡറാണിത്. ഇവിടെ ടോൾ പിരിവുണ്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ഗുണ്ടൽപേട്ടിലേക്ക് 36 കിലോമീറ്റർ, നഞ്ചൻഗോഡ് 72 കിലോമീറ്റർ, മൈസൂർ 84 കിലോമീറ്റർ ഇങ്ങനെയൊക്കെയാണ് ബോർഡ് കാണിക്കുന്നത്. കൊള്ളേക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 155 കിലോമീറ്റർ, നസറിപുര നസറിപുര 123 കിലോമീറ്റർ. ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം ഈ വഴി ഇപ്പോൾ ബന്ധുക്കമായിട്ട് കാണും മാനോ അങ്ങനത്തെ എന്തെങ്കിലും, പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ. വെയിലായതുകൊണ്ടായിരിക്കും, വെയിലിൻ്റെ ചൂടായില്ലേ, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ ഒന്നിനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുമായിരുന്നു. പറഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റി. കുറേ ആനകളുണ്ട്. ഒരു സംഘം തന്നെ ഇതാ ഞങ്ങളെ വണ്ടീൻ്റെ ഏതാണ്ട് അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. വലത് സൈഡ് 1, 2. ഈ ഭാഗത്ത് ഇല്ലിമുള ധാരാളമായിട്ട് കാണുന്നുണ്ട്. ആനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഇല്ലിമുള. അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്ത് അതിനെ കൂടുതലായിട്ട് കാണുന്നത്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 15 കിലോമീറ്ററാണ് ഗുണ്ടൽപേട്ടിലേക്ക്. അപ്പോൾ ഇവിടെ സൈഡിലെല്ലാം കരിമ്പ് ജ്യൂസ് അതുപോലെ പച്ചക്കറികളൊക്കെ കാണാം. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു വരുമ്പോൾ കുറച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നേരെ പോവാണ്. നല്ല റോഡാണ്. നമ്മളീ വന്ന ദൂരം അത്രയും നല്ല റോഡായിരുന്നു. അതിൽ നമ്മൾ നെടുമ്പോയിൽ കയറിയിട്ട് കുറച്ച് ദൂരം ചെറിയൊരു റിപ്പയർ മാറി കണ്ടിരുന്നു. ബാക്കിയെല്ലാം നല്ല റോഡുകളാണ്. മെക്കാടൻ റോഡാണ്. ഇതിൽ യൂക്കാലിപ്സ് മരങ്ങൾ കാണാം. പെട്ടെന്ന് ഭൂപ്രകൃതിയെ ഒന്ന് മാറിയ മാതിരിയുണ്ട്. ഇപ്പോൾ കർണാടകത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു അത്ഭുതമാണ്. ഇതുവരെ കണ്ട ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ആ ഒരു ഇതേ അല്ല ഇപ്പോൾ ഉള്ളത്. കംപ്ലീറ്റ് മാറി. കൃഷിസ്ഥലങ്ങൾ, അതുപോലെ തെങ്ങ്, യൂക്കാലിപ്സ് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഗുണ്ടൽപേട്ട് റോഡിൽ നിന്ന് ഒന്ന് വലത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഉള്ളത്. ഇതാണ് ഗോപാൽസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡ്. ഇനി അങ്ങോട്ടുള്ള വഴി കാഴ്ചകളുടെ പൂരം, പെരുമ്പൂര എന്നാണ് പറയുന്നത്. നമുക്ക് മുമ്പ് കാണുന്നതായിരിക്കണം ഗോപാൽസ്വാമി ബെട്ടെ, ഗോപാലസ്വാമി ഹിൽസ്. കുന്നും മേഘങ്ങളും കഥ പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. ഈ കുന്നിൻ്റെ മുകളിലാണ് ഗോപാലസ്വാമി ടെമ്പിൾ. മഴമേഘങ്ങളും കോടമഞ്ഞും എല്ലാം വിരുന്നു വരുന്ന കുന്നിൻ പുറങ്ങൾ. അങ്ങ് ദൂരെ ഗോപാലസ്വാമി ഹിൽസ് നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുകയാണ്. ഗോപാൽസ്വാമി ബെട്ടയിലേക്കുള്ള വഴിയാണിത്. ഈ യാത്രയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കർണാടകക്കാരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് റാഗിയാണ്. നമ്മൾ അരി ഉപയോഗിക്കുന്നതിന് പകരം ഇവർ റാഗി, മുത്താറിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഇതിലേക്ക് ഗോപാൽസ്വാമി ടെമ്പിളിലേക്ക് വേറൊരു വഴിയുണ്ട്, മെയിൻ റോഡ് വേറെ ഉണ്ട്. നമ്മളിതൊരു ഷോർട്ട് കട്ട് വഴി ഇങ്ങനെ വരുന്നതാണ്. ഇതിപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്തെ കൂടി പോകുന്ന പോലെ, ഇപ്പം നമ്മളെ ഷുഹൈബ് പറയുന്നതാണ്, വീട്ടിൻ്റെ മുറ്റത്തെ കൂടി പോകുന്ന പോലെ ഉണ്ട് എന്ന് പറയാം. ഇതാ, താങ്ക് യു. ഉണ്ടോ, ഇവർ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തെ കൂടി പോയാലും അടുത്താന്നാണ് പറയുന്നത് ഇവർ. അവിടെ നിന്ന് വണ്ടി തിരിച്ചു ഈ റോഡിലേക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേം കൂടി എളുപ്പ വഴിയാണ്. അതുകൂടാണ്ട് നല്ല റോഡുവാന്നാണ് പറഞ്ഞത്. നമ്മൾ ആ KSRTCൻ്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ദൂരം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളവിടുന്ന് തിരിച്ച് മറ്റൊരു വഴിയിലേക്ക് കയറി. ഇവിടുന്ന് അലക്കുന്നുണ്ട് ഒരാൾ നട്ട വെയിലിന്. ഈ പോകുന്ന റൂട്ട് തന്നെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതിൽ വെറുതെ ഇങ്ങനെ യാത്ര പോയാൽ തന്നെ മതി, അത്രയും സുന്ദരം. ഇത് കണ്ട പണ്ടത്തെ 70mm പടമില്ലേ, അതിൽ കാണുന്ന സ്ക്രീന് പോലെ ഗോപാലസ്വാമി കുന്ന് അതിമനോഹരമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു കാഴ്ച. ഒരാൽമരം കണ്ട എല്ലാം എന്താ പറയണ്ട പടർന്ന് പിടിച്ചിട്ട് എത്രയോ സ്ഥലത്ത്
എന്താ ഗംഭീരല്ലേ. സമയം 12:40 അപ്പോൾ നമ്മൾ കുന്നിലേക്ക് കയറുന്നതിന് മുമ്പേ ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുന്നു. പിന്നെ ചിലപ്പോൾ സമയം തെറ്റും, ചിലപ്പോൾ 2:30-3 മണിയായിപ്പോവും. അപ്പോൾ ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൗകര്യമല്ലേ. ഇത് ഏതാണ്ട് കറക്റ്റ് സമയമായിരിക്കും. നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്തു നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങളെ ഏത് റിസോർട്ട് വെക്കൂല, ഹോട്ടൽ വെക്കൂല. നല്ല തണുത്ത കാറ്റ്, വിശാലമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു അരയാലല്ല, ഇത് ആൽമരയല്ലേ. അരയാലെന്ന് പറഞ്ഞാൽ ഈ വേരില്ലാത്ത സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മരട്ട് ഇതിൻ്റെ കീഴെ നിന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. നല്ല കുറുവച്ചോറും അതുപോലെ കാളനും തോരനും അച്ചാറും എല്ലാം കൂടിയുള്ള നല്ല ഭക്ഷണം കഴിച്ചു. ഈ പച്ചപ്പിൻ്റെ ആംബിയൻസിൽ നിന്നുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സൂപ്പറാണ്. ഭക്ഷണം കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് 500 മീറ്റർ യാത്ര ചെയ്തപ്പോൾ ഗോപാലസ്വാമി ഹിൽസിൻ്റെ അടിവാരത്തിലെത്തി. അവിടെ നമ്മെ സ്വാഗതം ചെയ്യുന്നത് ബന്ദിപ്പുര ടൈഗർ റിസർവിൻ്റെ വലിയ കമാനമാണ്. ഇവിടെ നിന്ന് 70 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം KSRTC ബസ്സിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ. ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല. ഇവിടെ നിന്ന് ലഭിക്കുന്ന 70 രൂപയുടെ ടിക്കറ്റിൽ നമുക്ക് KSRTC ബസ്സിൽ മുകളിലേക്കും തിരിച്ചും യാത്ര ചെയ്യാനാവും. കുത്തനെയുള്ള കയറ്റവും ഹെയർപിൻ വളവുകളും യാത്ര ഏറെ സുഖകരം. KSRTC ഡ്രൈവർമാർ അനായാസമായാണ് ബസ് നിയന്ത്രിക്കുന്നത്. ഫെൻസിങ് ഉണ്ട്. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. അപ്പുറമൊക്കെ ഫോറസ്റ്റ് ആയിരിക്കണം. ഇവിടുത്തെ മരത്തിനെല്ലാം ഒരു പ്രത്യേകത കാണുന്നത്, ഒന്നിനും ഇലയില്ല. ഇപ്പോൾ ഇല പൊഴിച്ചിട്ടിപ്പോൾ ഇല വരുന്നതാണോ എന്നറിയില്ല. അതിമനോഹരമായ പുൽത്തകിടികൾ. കണ്ണിൽ നീലക്കടമ്പുകൾ പൂക്കുന്ന ഗോപാലസ്വാമിയെ തേടി മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ക്ഷേത്രമത്ര വലുതൊന്നുമല്ല, പക്ഷേ ഈ കുന്നും സ്ഥിരമായി വീശിയടിക്കുന്ന തണുത്ത കാറ്റും കോടമഞ്ഞുമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് മലയാളിയാണ്, ട്രിപ്പ് വന്നതാണ്. അന്നേരം ഇവിടെ ഡ്യൂട്ടി കൊടുത്തതാണ്. ഇവർ സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുത്തത് സ്പെഷ്യൽ ഡ്യൂട്ടി. അപ്പോൾ ഇത് രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു, ഗംഭീരം. ചാലോടാ. ഓക്കെ, നമ്മള് പാതിരിയാണ്, അടുത്തന്നെ. അങ്ങ് മലകളുണ്ട്, പക്ഷെ അവ്യക്തമായിട്ടേ കാണുന്നുള്ളൂ. കോട ഇറങ്ങി തുടങ്ങി ചെറുതായിട്ട്. നല്ല പെയിന്റിങ് പോലെയുണ്ട്, എണ്ണച്ചായ ചിത്രം വരച്ചു വെച്ചതുപോലെയുള്ള കുന്നുകൾ. ഇതാണ് ഈ ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെയും ഗോപാലസ്വാമി ഹില്ലിൻ്റെയും പ്രത്യേകത. ഗോപാലസ്വാമി ബെട്ട എന്നാ കന്നഡത്തിൽ പറയാം, ബെട്ട കുന്ന്. ഈ മല കാണുമ്പോൾ നമ്മൾ തിരുനെല്ലിയിലൊക്കെയുള്ള ബ്രഹ്മഗിരി ഹിൽസ് ഇല്ലേ, അതിൻ്റെ ഒരു മോഡലാണ് കാണുന്നത്. ഇത് താഴെ ഒരു തടാകം കാണാം, വെള്ളക്കെട്ടല്ല തടാകം തന്നെ, ചെറിയൊരു കുളം പോലെയുള്ള ഒരു സംഭവം.
ചിറക് വിരിച്ച് നിൽക്കുന്ന ഗരുഡൻ ഇവിടെ കാണാം. ശരിക്കും ജീവനുള്ള മാതിരി തന്നെ ഉണ്ട്. ഇതിന് മാല ചാർത്തിയിട്ടുണ്ട്. നമ്മളെ തുളസിക്ക് പകരമുള്ള എന്തോ ഒരു അമൂല്യമായ പരിശുദ്ധമായ ചെടി, അതിനെ കൊണ്ടുള്ള മാല. ഇത് രഥയാത്രക്കെടുക്കുന്ന രഥമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇത് ഉത്സവ സമയത്ത് ഇത് ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ട് ആണ് ഉണ്ടാവുക. ഇത്രയും മനോഹരമായ ഫ്രെയിമുകൾ കിട്ടണമെങ്കിൽ ഗോപാൽ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ വരണം. 2 സിംഹങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഗരുഡൻ്റെ ശില്പം. ഗോപാലസ്വാമി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്, അല്ലെ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവും ഗരുഡനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ഗരുഡൻ്റെ ശില്പങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാം. താഴ്വരയുടെ വിദൂര ദൃശ്യം അതിമനോഹരമാണ്. സമയം 2 മണിയായി. വെയിലിന് ഏറ്റവും ചൂട് വേണ്ട സമയമാണ്. പക്ഷേ ഇവിടെ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. അതാണ് ഈ കുന്നിൻ്റെ പ്രത്യേകത. ഇടുക്കിയിലെ രാമക്കൽമേട് പോലെ തന്നെ അതേപോലെ കാറ്റ് ആഞ്ഞു വീശുന്ന സ്ഥലം. ഗോപാൽ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഗോപാൽ സ്വാമി ബെട്ടെ, കന്നഡത്തിൽ അങ്ങനെയാണ് പറയുക. ഗോപാൽ സ്വാമി ഹിൽസ്. അതിമനോഹരമായ ഒരു കുന്നിൻ്റെ പുറത്താണ് ഈ ക്ഷേത്രം. ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളുടെ കാഴ്ച നാളത്തെ വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.